നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി? കേസിലെ വിധി പൂർണ്ണമായും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ദിലീപ് കുറ്റവാളിയാണെന്ന് സംശയിക്കാനുള്ള മൊഴികളുണ്ട്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിലാണ് ദിലീപ് ശിക്ഷിക്കപ്പെടാതെ പോയതെന്നാണ് കോടതി എഴുതി വച്ചിരിക്കുന്നത്. കുറ്റകൃത്യം നടക്കുമ്പോൾ ശ്രീലക്ഷ്മി എന്ന പേരിൽ പൾസർ സുനിക്ക് സന്ദേശങ്ങൾ അയച്ചതും വിളിച്ചുകൊണ്ടിരുന്നതും ആരാണെന്ന് തെളിയിക്കാനായില്ല. അത് നിലവിൽ ശിക്ഷയിൽ നിന്നും ഒഴിവായ പ്രതികളിൽ ഒരാൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചതാകാം. ആ സംശയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിലുള്ള ശത്രുത തെളിയിക്കപ്പെട്ടില്ലെന്നാണ് കോടതി പറഞ്ഞത്. കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരെ അറിയിച്ചതാണ് ശത്രുതയ്ക്കുള്ള കാരണമെന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഈ വിധിന്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ശത്രുത ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി സാധാരണ ഇരയുടെ മൊഴി മാത്രം മതി. പക്ഷേ ഇവിടെ കോടതി അത് അംഗീകരിക്കുന്നില്ല. യൂറോപ്യൻ ടൂറിലും അമ്മ റിഹേഴ്സലിലും ഉണ്ടായ സംഭവങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കോടതി പറയുന്നത്. അതിന്റെ കാരണവും വ്യക്തവും കൃത്യവുമാണ്. സാക്ഷികൾ കൂറുമാറി. അങ്ങനെയുള്ള കൂറുമാറ്റം ഇല്ലാതിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ദിലീപ് എങ്ങനെ വിട്ടയക്കപ്പെട്ടു? പൾസർ സുനിയും ദിലീപും കണ്ടുമുട്ടിയത് തെളിയിക്കാനായില്ലെന്നാണ് കോടതി എഴുതി വച്ചിരിക്കുന്നത്. സൗണ്ട് തോമ എന്ന സിനിമയുടെ സെറ്റിൽ നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു ഈ പൾസർ സുനി. പൾസർ സുനി ഡ്രൈവറായി പ്രവർത്തിച്ച കാര്യം മുകേഷ് കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊഴി മാറ്റാത്ത നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു മുകേഷ്. പ്ലാപ്പറമ്പിൽ തോമയായി ദിലീപും പ്ലാപ്പറമ്പിൽ മത്തായിയായി മുകേഷും മുഴുനീളെ അഭിനയിച്ച സിനിമ. ആ സെറ്റിൽ വെച്ചാണ് ദിലീപും പൾസർ സുനിയും കണ്ടുമുട്ടുന്നത് എന്ന പ്രോസിക്യൂഷൻ വാദമാണ് കോടതി ഇവിടെ അംഗീകരിക്കാതെ പോയത്. ഇവിടെ മാത്രമല്ല, അതേ വർഷം തന്നെ കൊച്ചി അബാസ് പ്ലാസ ഹോട്ടലിൽ വെച്ച് ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. അത് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിൽ വെച്ച് 2015 ഇരുവരും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഇതെല്ലാം പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. 1.5 കോടി രൂപയ്ക്കാണ് നടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിക്ക് ദിലീപ് കരാർ കൈമാറിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതുതന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതും. ആദ്യം 10,000 രൂപ, പിന്നാലെ 1 ലക്ഷം, അതിനുശേഷം 30,000 രൂപ എന്നിങ്ങനെ ദിലീപ് പൾസർ സുനിക്ക് നൽകിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കരാറിലെ തുക ദിലീപ് പിൻവലിച്ചതിനും സുനിക്കത് ലഭിച്ചതിനും തെളിവില്ലെന്നാണ് കോടതിയുടെ വിധിയിൽ എഴുതിയിരിക്കുന്നത്. കേസിനു ശേഷം പൾസർ സുനിയുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അതല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളിലെ യാത്രകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയാതെ പോയി. കേസിന് മുൻപുള്ള ജീവിതമായിരുന്നില്ല ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സുനി നയിച്ചത്. ദിലീപാണ് ക്വട്ടേഷൻ നൽകിയത് എന്ന് പൾസർ സുനി സമ്മതിച്ചു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ആ കുറ്റസമ്മതം കോടതി മുറിയിൽ പക്ഷേ സുനി നടത്തിയില്ല. ക്വട്ടേഷൻ നൽകിയതായി കസ്റ്റഡിയിലിരിക്കെ ദിലീപ് സമ്മതിച്ചുവെന്നും കേസ് ഡയറിയിലുണ്ട്. പക്ഷേ ഇതും കോടതിക്ക് മുന്നിൽ ദിലീപ് സമ്മതിച്ചില്ല. പോലീസിന് മുന്നിൽ നടത്തിയ 2 കുറ്റസമ്മതങ്ങളും കോടതിക്ക് മുന്നിൽ ഉണ്ടായില്ലെന്നാണ് ഈ വിധിയിലുള്ളത്. 2016 നവംബർ മാസത്തിൽ ജോർജ് ടെൻസ് പൂരം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ദിലീപും സുനിയും തമ്മിൽ 3 തവണ കണ്ടു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഒന്നാമത്തെ കൂടിക്കാഴ്ച എറണാകുളം തോപ്പുംപടിയിലായിരുന്നു. രണ്ടാമത്തേത് ഇരുവരും കടന്ന് തൃശൂർ ടെന്നീസ് ക്ലബിൽ വെച്ചാണ്. മൂന്നാമത്തേത് തൊടുപുഴ ശാന്തിഗിരി കോളേജിൽ വെച്ചും. അപ്പോൾ ഈ 3 ദിലീപിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തിയതാണ്. വിധിയിൽ അതേക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വാചകം പറയാം. നടൻ ദിലീപ് ഇത്രയും തിരക്കുള്ള ഷൂട്ടിങ്ങിനിടെ 1-ാം പ്രതിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വസിക്കാനാകുന്നില്ല. ദിലീപ് പൾസർ സുനിയെ ഷൂട്ടിങ്ങിനിടെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ഇങ്ങനെയാണ് വിധിന്യായത്തിൽ. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിനെ വിളിച്ചതായി പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. ജയിലിലേക്ക് ഒളിച്ചു കടത്തിയ ഫോണിൽ നിന്നായിരുന്നു ഇങ്ങനെ വിളിച്ചത്. എങ്ങനെയാണ് പൾസർ സുനിക്ക് ദിലീപിനെ വിളിക്കാൻ ഫോൺ ലഭിച്ചത് എന്ന കാര്യത്തിലും തെളിവില്ലെന്നാണ് ഈ വിധിന്യായത്തിൽ. പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനെ കത്തെഴുതിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിപിൻലാൽ എന്ന മറ്റൊരു കേസിലെ പ്രതിയാണ് സുനിക്ക് വേണ്ടി ഈ കത്തെഴുതിയത്. ക്വട്ടേഷൻ തുകയിലെ ബാക്കി ആവശ്യപ്പെടുന്ന ഈ കത്ത് ദിലീപിന് നൽകാൻ ശ്രമമുണ്ടായെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജയിലിലെ CCTV ദൃശ്യങ്ങൾ ഇതിന് തെളിവായി ഹാജരാക്കിയെങ്കിലും അത് വിശ്വസനീയമല്ലെന്നാണ് വിധിയിൽ എഴുതിയിരിക്കുന്നത്. ദിലീപാണ് കുറ്റം ചെയ്തത് എന്ന് വിപിൻലാൽ നൽകിയ മൊഴിയും കോടതി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സുനി ദിലീപിന് എഴുതിയ 2ാമത്തെ കത്തും തെളിവായി കോടതി അംഗീകരിച്ചില്ല. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ദിലീപ് രോഗം അഭിനയിച്ച് ആശുപത്രിയിൽ പ്രവേശനം നേടിയെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചില്ല. അറസ്റ്റിലാകുന്നതിന് മുൻപ് കാവ്യ മാധവൻ നടത്തിയിരുന്ന ലക്ഷ്യ എന്ന സ്ഥാപനത്തിലേക്ക് പൾസർ സുനി എത്തി എന്ന പോലീസ് കണ്ടെത്തലും കോടതി അംഗീകരിച്ചില്ല. ലക്ഷ്യയിൽ സുനി എത്തിയതിന്റെ ലക്ഷ്യം വിവിധ സാക്ഷികൾ പറയുന്നത് അനുസരിച്ച് വെവ്വേറെയാണെന്നും വിധിയിൽ പറയുന്നു.
സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് തെളിവായി എത്തിച്ച ശബ്ദ റെക്കോർഡിംഗ് വിശ്വസനീയമല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദമാണ് കോടതി ഇവിടെ അംഗീകരിച്ചത്. ഒരേ ശബ്ദം തന്നെ വിവിധയിടങ്ങളിൽ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണെന്നും പ്രതിഭാഗം വാദിച്ചു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്നായിരുന്നു ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ. ഈ വിധി വായിച്ച ശേഷം വ്യക്തി എന്ന നിലയിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിജീവിത തുറന്നു പറഞ്ഞത്. ഈ കേസ് പലരെയും നിരാശപ്പെടുത്തിയതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ അന്യായമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടിരുന്നു. ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പലവട്ടം ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം കോടതി നിഷേധിച്ചു. നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നാണ് ചാട്ടുളി പോലെ തറച്ചുകേർന്ന വാക്കിൽ അതിജീവിത കുറിച്ചത്. അതോടൊപ്പം മഞ്ജു വാര്യരുടെ പ്രതികരണവും ചേർത്ത് വായിക്കണം. ഈ കേസിലെ ഗൂഢാലോചന ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചത്. കേസിൽ വിധിക്കു ശേഷം ആദ്യമുണ്ടായ പ്രതികരണത്തിൽ തന്നെ നടൻ ദിലീപ് മഞ്ജുവിന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശിച്ചത്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞതും അത് തന്നെ കൊടുക്കാനായിരുന്നു എന്നുമാണ് ദിലീപ് ആരോപിച്ചത്. പോലീസിലെ ക്രിമിനലുകളായ ചിലരാണ് ആ ഗൂഢാലോചന നടത്തിയത് എന്നും ദിലീപ് ആരോപിച്ചിരുന്നു. അതിജീവിതയും മഞ്ജു വാര്യരും വിധിക്കു ശേഷവും വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലാണ്. ക്രിമിനൽ ഗൂഢാലോചനക്കാരനെ അഥവാ ശരിക്കുള്ള പ്രതിയെ ശിക്ഷിക്കാതെ ഈ കേസ് പൂർത്തിയാകില്ല എന്ന് ഇരുവരും പറയുകയാണ്. കേസിൽ ഗൂഢാലോചന ആരോപിച്ച് ദിലീപ് നൽകാൻ പോകുന്ന കേസല്ല ഇനിയുള്ള സംഭവം. അത് ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായി അതിജീവിത നടത്താൻ പോകുന്ന പോരാട്ടമാണ്. ഈ കേസ് ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഈ നിമിഷം പറയാൻ കഴിയുന്നത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.